Hi friends, welcome back to my channel 1 million shades. നമ്മൾ ഒരു സ്കെച്ച് ബുക്ക് ടൂറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അതിനകത്ത് നമ്മളൊരു ആസിഫിക്കയുടെ പിക്ക് പേപ്പർ കട്ടാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പർ കട്ട് പോർട്രേറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കണേ. സംഭവം സിമ്പിളാണ്. നമുക്ക് വരയ്ക്കാൻ അറിയുന്നുള്ളവർ നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കാറില്ലേ പോർട്രേറ്റ്, സ്റ്റെൻസിലാക്കിയിട്ട് പോർട്രേറ്റ് വരച്ചിട്ട് അതുമ്മ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പിക്ക് അത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇതിൽ ഏത് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് വരയ്ക്കാനുള്ള പിക്ക് സ്റ്റെൻസിലാക്കി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റെൻസിൽ ഇമേജ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പിലാണ് നമുക്ക് പിക്ക് സ്റ്റെൻസിലാക്കി എടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നടുവിലുള്ള ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു നെയ്മറിൻ്റെ പിക്കാണ് സെലക്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഇതിൽ ടൂൾസിൽ നമ്മൾ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ടാവും. അതെടുത്ത് നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് നമ്മുടെ പിക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ താഴെയുള്ളതിൽ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിലിങ്ങനെ വരും ബ്ലർ, സ്കെച്ച് അങ്ങനെ വരുന്ന കണ്ടില്ല, അതിൽ കളേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ ഈ മുകളിലുള്ള ഈ ആരോമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഗാലറിക്ക് സേവ് ആവും. ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റെൻസിലാക്കിയെടുത്ത ഇമേജ് നമ്മൾക്കൊരു ഷീറ്റിൽ വരച്ചെടുക്കണം. നമ്മുടെ അത്യാവശ്യം കട്ടിയുള്ളൊരു ഷീറ്റാണ് എടുത്തേക്കണത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ പിക്ക് പ്രിൻ്റ് എടുത്താലും മതി, ഏതായാലും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധാരണ വരയ്ക്കണ പോലെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയണ രീതിയിൽ അത് ട്രേസ് ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഇത് പേപ്പറിൽ വരച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ട. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിലിംഗ് നൈഫാണ്. നമ്മൾ ഇതിൽ പിക്കിൽ നോക്കിയിട്ട് എവിടേക്കാണ് ബ്ലാക്ക് പോർഷൻ ഉള്ളത് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ചില പോർഷൻസിൽ വൈറ്റ് മാത്രമായിട്ട് നിൽക്കണ്ടാവും. അപ്പോൾ നമ്മൾ അത് പുറത്തുള്ള വൈറ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ബ്ലാക്ക് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അതും കൂടി ഒപ്പം പോകും. അപ്പോൾ നമ്മൾ ഉള്ളിൽ വല്ല വൈറ്റിന് ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലാക്ക് പോർഷൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഡീറ്റെയിലിംഗ് നൈഫ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കൈയൊന്നും മുറിയാണ്ട് സൂക്ഷിക്കുക. ഞാനൊക്കെ ബ്ലേഡ് യൂസ് ചെയ്ത് ഞാൻ എന്തായാലും എൻ്റെ കൈ മുറിയും. അപ്പോൾ ഇത് ഡീറ്റെയിൽ നൈഫ് ആകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ്. നമുക്ക് പെന്നൊക്കെ യൂസ് ചെയ്യണ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഭയങ്കര ടിപ്പ് കണ്ടില്ല, ഭയങ്കര പോയിൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെറിയ പോർഷൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ അവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അത് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ. ഹെയറൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി കണ്ണും ചുണ്ടും മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ കറക്റ്റ് നമ്മുടെ ചായ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്ത ഫോട്ടോ അത്ര കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ചായ വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ചായയുള്ള ഫോട്ടോ എടുക്കുക, അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.